പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഒരു വാക്ക് മതി ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ. ശതാധിപൻ യേശുവിനോട് പറയുന്നത്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ, നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്കൊരു യോഗ്യതയുമില്ല. എത്ര വലിയ പദവിയിലാണ് ശതാധിപനെങ്കിലും ശതാധിപന് ഒരു കാര്യം ഏറ്റുപറയുന്നു, കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ ഒന്നുമില്ല. കർത്താവിനെ സ്വീകരിപ്പാനുള്ള യോഗ്യത എനിക്കില്ല. പ്രിയരെ, വലിയവനായ ദൈവത്തെ സ്വീകരിപ്പാൻ നമുക്ക് യോഗ്യതയില്ല, നമുക്കൊരു കഴിവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ് ഒരു യോഗ്യതയുമില്ലാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ അവൻ രാജാവായി വസിക്കുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു എന്നുള്ളതാ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അത്ഭുതം. സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവം ഒരു യോഗ്യതയില്ലാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നാഥനായി വരുന്നത്, നമ്മെ സ്നേഹിച്ചു വരുന്നത്, പ്രാണന് തുല്യം നമ്മെ സ്നേഹിച്ച് നമ്മെ കരുതുന്നത് എത്ര വലിയ അത്ഭുതമാണ്. ഇവിടെ ഇതാ ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ ഒരു യോഗ്യനുമല്ല. ഇത് തന്നെയാ ഹല്ലേലൂയ സ്നാപക യോഹന്നാനും യേശുവിനോട് പറഞ്ഞത്. ഹല്ലേലൂയ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാട്ടിലും വലിയവനാ. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. കർത്താവേ, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം. ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ അടുക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് അങ്ങനെയുള്ളവരെ ഒത്തിരി സ്നേഹിച്ച് ഒത്തിരി കരുതിയിട്ടുണ്ട്. പലപ്പോഴും ലോകത്തിൽ നാം വലിയ ആൾക്കാരാണ്, നാം വലിയ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മെ തന്നെ ഹല്ലേലൂയ ഉയർത്തി നിഗളിക്കാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരിക്കുമോ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമോ, നിശ്ചയമായി ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും. അവിടെ കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത പത്രോസിനെ കർത്താവ് ഒന്നാമനാക്കി, കർത്താവ് പ്രധാനിയാക്കി. ഇന്ന് പകൽക്കാലവും മുമ്പനാകാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരെയും ഒടുക്കത്തവനായി ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ട് അത്ഭുതം ചെയ്യുന്ന കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഇതാ ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, നിൻ്റെ ഒറ്റ വാക്ക് മതി. ആ ഒറ്റ വാക്കിനകത്താ അത്ഭുതം സംഭവിക്കുന്നത്. പ്രിയരെ, നമുക്കും വിശ്വാസത്തോടു കൂടെ ഒന്ന് ഏറ്റുപറയാം, കർത്താവിൻ്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ. കർത്താവിൻ്റെ ഒറ്റ വാക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. കർത്താവിൻ്റെ ആ ഒറ്റ വാക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഒറ്റ വാക്കിനകത്ത് ഹല്ലേലൂയ വലിയ വിടുതലുകൾ സംഭവിക്കും. ഒരു രോഗിയുടെ രോഗം മാറ്റാൻ യേശുവിൻ്റെ ഒരു വാക്ക് മതി. ശുദ്ധമാക എന്ന് പറഞ്ഞ് യേശു തൊട്ടപ്പോൾ കുഷ്ഠരോഗം വിട്ടുമാറിയില്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങയുടെ ഒറ്റ വാക്ക് മതി. ഇതാ വേദപുസ്തകത്തിൽ വീണ്ടും മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 25 മുതൽ 27 വരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ഭൂതഗ്രസ്തൻ്റെ ചരിത്രം അവിടെ പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ഒരു മനുഷ്യനെ കർത്താവ് എങ്ങനെയാണ് വിടുവിച്ചതെന്ന് യേശു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോ. യേശു ഹല്ലേലൂയ ഒരു വാചകം പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോ. അങ്ങനെ പറഞ്ഞപ്പോൾ അവനിൽ നിന്ന് ഭൂതം അലറി വിട്ടോടി. പ്രിയരെ, ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നമാണോ, എത്ര വലിയ ആവശ്യമാണോ, യേശു കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി. ലാസറേ, പുറത്തു വാ എന്നുള്ള കർത്താവിൻ്റെ ആ ഒറ്റ വാക്കിനകത്ത് ഹല്ലേലൂയ മരിച്ച് നാറ്റം വമിച്ചവൻ, 4 നാളായി കല്ലറയ്ക്കുള്ളിൽ കിടന്നവൻ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെന്ന് പറഞ്ഞിട്ടും നാറ്റം വന്നപ്പോൾ സഹോദരിമാരും പറഞ്ഞു, ഇനി തുറക്കണ്ട, ഇനി ഒരു പ്രയോജനവും ഇല്ല, ഇനി തുറക്കണ്ട. നാറ്റം വന്നു തുടങ്ങി. നാറ്റം വന്ന കേസാണോ? ഭയപ്പെടേണ്ട. യേശു ഉണ്ടെങ്കിൽ, യേശു ഭവനത്തിലുണ്ടെങ്കിൽ, യേശു കൂടെ ഉണ്ടെങ്കിൽ നാറ്റം വമിച്ചതുപോലും പുറത്ത് കൊണ്ടുവരും. എല്ലാവരും പറഞ്ഞു, ഹല്ലേലൂയ, ഇനി വരത്തില്ല, 4 നാളായി അവൻ പോയി എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ലാസറേ, പുറത്തു വാ എന്നുള്ള അപ്പയുടെ ഒറ്റ വാക്ക് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്കും വിശ്വാസത്തോടുകൂടെ ഏറ്റുപറയാം, വിശ്വാസത്തോടുകൂടെ കർത്താവിനോട് പറയാം, അപ്പയുടെ ഒറ്റ വാക്ക് മതി എൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ.
മാറ്റുവാൻ. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാനുള്ള ശിഷ്യന്മാർ തങ്ങളുടെ പടകിൽ കാറ്റും കോളും തിരമാലകളും പ്രതികൂലമായി വന്നു. അക്കരെ എത്തത്തില്ലെന്ന് അവർ വിചാരിച്ചു ഈ യാത്രയിൽ അവർ നശിച്ചു പോകും. ആ തിബരിയാസ് കടലിൽ ഞങ്ങൾ മുങ്ങിച്ചാകുമെന്ന് അവർ വിചാരിച്ച് അവർ നിലവിളിച്ചു. ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ, ഞങ്ങൾ ഇല്ലാതായി പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവിനോട് നിലവിളിച്ച ശിഷ്യന്മാർ, കർത്താവിനോട് ഒത്തിരി ഹല്ലേലൂയ കംപ്ലൈൻറ്റ് പറഞ്ഞ ശിഷ്യന്മാർ ഹല്ലേലൂയ യേശുവിനെ തട്ടി ഉണർത്തി. എന്താ സംഭവിച്ചത് നമുക്ക് നന്നായിട്ടറിയാം. യേശു എഴുന്നേറ്റ് ഹല്ലേലൂയ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. തൻ്റെ വായിലെ വാക്കിനാൽ അടങ്ങുക എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കാറ്റും കടലും അടങ്ങി. കടലിൽ ശാന്തതയുണ്ടായി. അക്കരെ എത്തേണ്ടവനെ അക്കരെ എത്തിച്ചു. അതാ കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി. ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നിൻ്റെ നിലവിളിയുടെ മുമ്പിൽ അവനൊരു വാക്ക് കൽപ്പിക്കും. നിന്നെ അക്കരെ എത്തുവോളം അവൻ സൂക്ഷിക്കും. എത്തേണ്ട സ്ഥലത്ത് അവൻ നിന്നെ എത്തിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ വചനം അയച്ച് അവനെ വിടുവിച്ചു. അവരെ എത്തേണ്ടുന്ന സ്ഥലത്ത് ദൈവം അവരെ എത്തിച്ചു. അവരുടെ കുഴിയിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. അവരെത്തേണ്ടുന്ന അവരാഗ്രഹിച്ച ശാന്ത തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു. നോക്ക്, കർത്താവ് വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലവും അവൻ്റെ വാക്കിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവൻ തൊട്ടാൽ അത്ഭുതമാ, അവൻ സംസാരിച്ചാൽ അത്ഭുതമാ. നാം ഏറ്റുപറയുമെങ്കിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവൃത്തി വേണം, അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങയുടെ വാക്കിൻ്റെ ശക്തി എൻ്റെ ഭവനത്തിൽ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് അപ്പാ എന്ന് നിലവിളിച്ചാൽ ഇന്നും അവൻ നമുക്ക് വേണ്ടി സംസാരിക്കും, നമുക്ക് വേണ്ടി ഇടപെടും, നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ്റെ കരം ചലിപ്പിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, നമ്മുടെ കർത്താവ് മാറാത്തവൻ, നമ്മുടെ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.